ഹലോ, ഏതൊരു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. പ്രീതിയുടെയും ആകാശിന്റെയും വിവാഹ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടി അശ്വിന്റെയും ശ്രുതിയുടെയും പ്രണയവുമാണ് ഇപ്പോൾ തുടർന്നിരിക്കുന്നത്. ശ്രുതി പ്രണയം തുടങ്ങിയിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിലെ വളരെ ഒരു സന്തോഷം നിറഞ്ഞ പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷം തന്നെയാണ്. അശ്വിൻ തൻ്റെ ആ ഒരു ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ തൻ്റെ മനസ്സിൽ എന്താണ് ശ്രുതിയോട് തോന്നുന്ന ആ ഒരു ഇഷ്ടം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അശ്വിൻ മനസ്സിലാക്കാൻ പോകുന്ന ദിവസമാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ. ഇന്നത്തെ എപ്പിസോഡോടുകൂടി ശ്രുതിയോട് തനിക്ക് എത്രത്തോളം പ്രണയമുണ്ട് എന്ന് അശ്വിൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അശ്വിൻ ശ്രുതിയെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നതാണ്. പക്ഷേ ശ്രുതി ജോലി ചെയ്യുന്നത് കണ്ടിട്ട് ശ്രുതിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ വിളമ്പാൻ വേണ്ടിയിട്ട് കയറി നിന്നതാണ്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വിചാരിച്ചു അശ്വിൻ ഒരു വെയിറ്റർ ആണെന്നാണ്. വിളമ്പുകാരെ കാണാത്തത് കൊണ്ട് തന്നെ ഹോട്ടലിലുള്ള ഒരു വെയിറ്ററിനെ കൊണ്ടുവന്നതാവാം എന്ന് വിചാരിച്ചുകൊണ്ട് വെയിറ്റർ വെള്ളം എടുത്ത് തരൂ, വെയിറ്റർ ചട്നി എടുത്ത് തരൂ, വെയിറ്റർ ഇഡ്ഡലി എടുത്ത് തരൂ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുവാണ്. അപ്പോൾ ഈ കാഴ്ച കണ്ട ശ്രുതിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. അശ്വിൻ ഇങ്ങനെയാ മാറിപ്പോയോ, എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ശ്രുതി ഇങ്ങനെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുവാണ്. ഒരിക്കലും അശ്വിൻ ഇങ്ങനെ ചെയ്യത്തില്ല, ഇങ്ങനെ മാറുമോ എന്നൊന്നും എനിക്ക് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വെയിറ്റർ എന്ന് പറഞ്ഞ് എല്ലാവരും വിളിക്കുന്നത് കണ്ടത്. ഉടനെ തന്നെ അവർ വന്നു. പക്ഷേ ഇങ്ങനെ വിളിക്കുന്നത് കണ്ടിട്ടും സാധാരണ അശ്വിനാണെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാം. പക്ഷേ ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് നിറപുഞ്ചിരിയോടുകൂടി അവർ പറയുന്ന സാധനങ്ങളൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഉടനെ തന്നെ ശ്രുതി ഓടി വരികയും എന്നിട്ട് എല്ലാവരോടും കൂടി പറയുവാണ്, ഇതൊരിക്കലും വെയിറ്റർ അല്ല, ഇത് അശ്വിൻ സായിറാം പ്രീതി ചേച്ചിയെ കെട്ടാൻ പോകുന്ന പയ്യന്റെ ചേട്ടനാണ് എന്ന് എല്ലാവരോടും പറയുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ചേട്ടനായിരുന്നു, അയ്യോ ഞാൻ അറിയാതെ വിളിച്ചു പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അശ്വിൻ എന്നിട്ടും ഒരക്ഷരം മിണ്ടാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ശ്രുതിക്ക് ഒരു അത്ഭുതം തോന്നി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വണ്ടി വന്നു. അതിൽ വിളമ്പുകാരായിരുന്നു, കാറ്ററിംഗ് സർവീസുകാരായിരുന്നു. ഉടനെ തന്നെ അശ്വിൻ പറയുന്നുണ്ട്, അപ്പോൾ ശരി ഞാൻ പോകുവാണ്, ഇനി എന്തായാലും എൻ്റെ ആവശ്യങ്ങൾ ഇവിടെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ കാറ്ററിംഗ് സർവീസ് ആൾക്കാർ വന്നതുകൊണ്ട് തന്നെ എൻ്റെ ജോലിയും കാര്യങ്ങളൊന്നും ഇവിടെ ആവശ്യമാവത്തില്ല, ഞാൻ പോകുവാണ്. എന്തായാലും പ്രീതിയുടെയും ആകാശിന്റെ വിവാഹം കഴിഞ്ഞിട്ട് എല്ലാത്തിനും കൂടി ഉള്ള ഒരു താങ്ക്സ് എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ തിരിച്ച് പോയി ശ്രുതിയോട് യാത്രയൊക്കെ പറഞ്ഞു. എന്നിട്ട് കാറിൽ കയറി പോവുകയാണ്. അപ്പോൾ അശ്വിൻ തിരിച്ചു പോയെങ്കിൽ പോലും ശ്രുതിക്ക് ചെറിയൊരു അത്ഭുതം തോന്നി, അശ്വിൻ്റെ ഈ ഒരു പെട്ടെന്നുള്ള മാറ്റം. അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നടക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ശ്യാം അഞ്ജലി വിളിച്ചിട്ട്, അഞ്ജലി എവിടെ എത്തി, ഇപ്പോൾ എത്തും എന്നൊക്കെ പറഞ്ഞ് അഞ്ജലിയോട് അത്രത്തോളം സ്നേഹത്തോടെ സംസാരിക്കുകയാണ്. എന്നാൽ ഈ ശ്യാം വിളിക്കുന്നത് തൻ്റെ സുഖവിവരം അന്വേഷിക്കാനല്ല, മറിച്ച് തൻ്റെ മരണവാർത്ത കേൾക്കാനാണ് എന്ന് അവിടെ അഞ്ജലി അറിയുന്നില്ല. അത്രത്തോളം ശ്യാമിനെ അഞ്ജലി വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ അഞ്ജലിയും നമ്മുടെ ശ്യാമും മനോരമയും മുത്തശ്ശിയും മോഹനും എല്ലാവരും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെൺവീട്ടുകാർ വന്നത് അവരറിയുന്നത്. ഉടനെ തന്നെ പോയി അവർക്കൊപ്പം ശ്രുതിയും ഉണ്ടായിരുന്നു. ശ്രുതി അകത്തേക്ക് കയറി വന്നു. എന്നിട്ട് തൻ്റെ കുഞ്ഞമ്മയും എല്ലാവരെയും പരിചയപ്പെടുത്തി. പാലക്കാട്ടിൽ തൻ്റെ അത്രത്തോളം അടുത്ത ബന്ധുക്കളാണ് എന്ന് പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തി. എന്നിട്ട് മുത്തശ്ശി മോഹനും എല്ലാവരും കൂടി ചേർന്നിട്ട് അവരെ അകത്തോട്ട് കൊണ്ടുപോയി. അവർക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഫ്രഷ് ആവണമെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് അവരെ അകത്തോട്ട് കൊണ്ടുപോയി. പിന്നാലെ തന്നെ മുത്തശ്ശി ഒരുപാട് നിറയെ സാരികളുമായിട്ട് വന്നു. വരുന്നവർക്ക് എല്ലാവർക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി മേടിച്ച സാരികളാണ്. അപ്പോൾ ഈ സമയത്തും ശ്രുതി അശ്വിനെയാണ് തേടുന്നത്. അശ്വിൻ സാർ എവിടെ പോയി കാണും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എത്തിയും വലിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ശ്രുതിക്ക് പിന്നാലെ വന്ന് നിൽക്കുന്ന അശ്വിനെ ശ്രുതി ശ്രദ്ധിച്ചില്ല. മറിച്ച് അശ്വിനെ തേടി നടന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അശ്വിൻ പെട്ടെന്ന് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുവാണ്. പെട്ടെന്ന് മുഖത്തോട് മുഖം നോക്കി ചിരിച്ച് അവർ സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്താണ് മുത്തശ്ശി വന്നത്. അങ്ങനെ അശ്വിൻ അങ്ങോട്ടേക്ക് നടന്നങ്ങ് പോയി. മുത്തശ്ശി സാരികളൊക്കെ വെച്ചതിന് ശേഷം ശ്രുതിയോട് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുവാണ്, ഇനി ഞാൻ പോയിക്കോട്ടെ മുത്തശ്ശി, എന്തായാലും ഞാൻ അവരെ ഇങ്ങോട്ട് ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, ഞാൻ ഇനി വീട്ടിൽ പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി തിരിച്ച് വന്നോളാം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോഴും മുത്തശ്ശി പറഞ്ഞത്,
മോള് ഇതിൽ നിന്ന് ഒരു സാരി എടുത്തോ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി എടുത്തോളാനായിട്ട് മുത്തശ്ശി പറയുവാണ്. അപ്പോൾ ശ്രുതി ഓരോന്നായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്, പിന്നാലെ അശ്വിൻ വന്ന് നിൽക്കുന്നുണ്ട്. ഓരോന്നായിട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ ആദ്യം ഒരു സാരി എടുത്തു, അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വേറൊരു സാരി എടുത്തു, അത് നല്ല ബ്ലൂ കളറിൽ റോസ് കളറൊക്കെ വരുന്ന നല്ല പിങ്കിഷ് ആയിട്ട് നല്ല സാരി ആയിരുന്നു, നല്ല പട്ട് സാരി ആയിരുന്നു. അതെടുത്തിട്ട് വേണോ വേണ്ടേ എന്ന് ആലോചിച്ചിട്ട് ശ്രുതി ഇങ്ങനെ തിരികെ അവിടെ വെച്ചു. അപ്പോൾ ഒരുപാട് സാരികളുണ്ട്, അതിൽ ഏത് സെലക്ട് ചെയ്യും എന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോൾ അവിടെ നമ്മുടെ എനിക്ക് പറയുവാണ്, ഞാൻ സെലക്ട് ചെയ്ത് തരാം, ശ്രുതിക്ക് ചേരുന്ന സാരി ഞാൻ സെലക്ട് ചെയ്ത് തരാം എന്ന് എനിക്ക് പറഞ്ഞു. ഉടനെ തന്നെ അശ്വിൻ ശ്രുതിയോട് പറയാൻ പറ്റത്തില്ലല്ലോ നീ അതെടുക്കുക ഇതെടുക്കുന്നത്, അതുകൊണ്ട് ഉടനെ തന്നെ അശ്വിൻ ഫോൺ കയ്യിലെടുത്തതിന് ശേഷം ഒരാളോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ എനിക്ക് ഒരു സാരി എടുത്ത് കാണിച്ചു. ഒരു പച്ച കളർ നല്ല ബോർഡറൊക്കെ വരുന്ന നല്ല ഒരുപാട് വർക്കൊക്കെ ഉള്ള സാരി എടുത്ത് കാണിച്ചപ്പോൾ അശ്വിൻ ഉടനെ പറഞ്ഞു, അത് വേണ്ട അതൊട്ടും പറ്റത്തില്ല, ആദ്യം എടുത്തത് തന്നെ കുഴപ്പമില്ല, കൊള്ളാം, ആദ്യം എടുത്തത് തന്നെ ചേരും, നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രുതിക്ക് കത്തി, തന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അശ്വിൻ ഫോണിൽ വഴി സംസാരിക്കുന്നത് എന്ന് ശ്രുതിക്ക് മനസ്സിലായി. അപ്പോൾ ശ്രുതി ആ സാരി എടുക്കുവാണ്. അപ്പോൾ എനിക്ക് വീണ്ടും പറയുന്നുണ്ട് ഈ സാരി എടുക്കുക, ആ സാരി എടുക്കുക. അപ്പോൾ അശ്വിൻ വീണ്ടും പറയുവാണ്, അതൊന്നും വേണ്ട, ആദ്യം എടുത്ത സാരി തന്നെ, ആദ്യം എടുത്തത് തന്നെ കൊള്ളാം, അത് നല്ല ഭംഗിയുണ്ട്, ആദ്യം എടുത്തത് തന്നെ ഫിക്സ് ചെയ്തോളൂ എന്ന് അശ്വിൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലായി അശ്വിൻ ശ്രുതിയോട് ആ സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, അതിന് വേണ്ടിയിട്ടാണ് അവൻ ഫോണിൽ സംസാരിക്കുന്നതെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി. ഉടനെ തന്നെ ശ്രുതി അശ്വിൻ പറഞ്ഞ അതേ സാരി തന്നെ എടുത്തു. മുത്തശ്ശി ഇത് മതി എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്തു. സന്തോഷത്തോടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ അശ്വിൻ വന്നു നിന്നു. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, കുഞ്ഞാ നിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, നിന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, ഓക്കെ ആയല്ലോ എന്നൊക്കെ മുത്തശ്ശി കളിയാക്കി സംസാരിക്കുന്നുണ്ട്. എല്ലാവരോടും യാത്ര പറഞ്ഞ് ശ്രുതി വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്തും പെട്ടെന്ന് അശ്വിനെ തിരിഞ്ഞെന്ന് നോക്കുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണോട് തൻ്റെ പ്രണയം കൈമാറുവാണ്. അങ്ങനെ അശ്വിൻ നിറപുഞ്ചിരിയോടെ ശ്രുതിയെ യാത്ര അയച്ചു. പെട്ടെന്ന് വാ എന്നുള്ള രീതിയിൽ ശ്രുതിയെ യാത്ര അയച്ചു. ശ്രുതി തിരിച്ച് വീട്ടിലോട്ട് പോയി. വീട്ടിലോട്ട് പോയതിന് ശേഷം അശ്വിൻ തൻ്റെ റൂമിലോട്ട് പോകുന്ന സമയത്ത് ആകാശ് വരുവാണ്. എന്നിട്ട് ആകാശ് ചോദിക്കുന്നുണ്ട്, ചേട്ടാ എൻ്റെ ഡ്രസ്സ് ചേട്ടൻ്റെ ഉണ്ട് എന്ന് ചേച്ചി പറഞ്ഞായിരുന്നു, അത് എൻ്റെ ഉണ്ട്, ഞാൻ എടുത്തു തരാം. അങ്ങനെ ആ ഡ്രസ്സ് ആകാശിൻ്റെ കയ്യിലെടുത്ത് കൊടുത്തു. ആകാശ് ശരി ചേട്ടാ, അത് മാത്രമല്ല ആ വിവാഹത്തെ പറ്റി അവിടെ ആകാശ് വിത്ത് പ്രീതി എന്നാണ് ആ ഒരു ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് ആകാശ് പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷം തന്നെയാണ് ഈ ഒരു നിമിഷം എന്ന് പറയുമ്പോൾ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച വിവാഹമാണ്. അതെപ്പോഴാണ് എനിക്ക് പ്രീതിയോട് പ്രണയം തോന്നിയത് എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കിപ്പോൾ പ്രീതിയെ അത്രത്തോളം ഇഷ്ടമാണ്. അവൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് തുനിഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് അശ്വിനോട് ആകാശ് പറയുവാണ്. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ സ്വന്തമാക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ, അവരുടെ ആ ഒരു ചിരി കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. അവരൊന്ന് വിഷമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം വിഷമമായിരിക്കും. അപ്പോൾ അശ്വിൻ ശ്രുതി മുമ്പ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ഒരു രംഗങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ശ്രുതി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന രംഗങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ആകാശ് പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രുതിയും താനുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ റിലേറ്റ് ചെയ്ത് അശ്വിൻ ഓർത്തെടുക്കുകയാണ്. അപ്പോൾ അവരൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ, അവരൊന്ന് സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സങ്കടം തോന്നും. അവരൊന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും. അവരുടെ സന്തോഷമായിരിക്കണം നമുക്ക് മുന്നിൽ ഉണ്ടാവേണ്ടത്. അവർ സന്തോഷിച്ചു കഴിഞ്ഞാൽ, അവരെ ഹാപ്പി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കും അത്രത്തോളം സംതൃപ്തിയായിരിക്കും. അവരുടെ സന്തോഷമായിരിക്കും നമ്മുടെ സന്തോഷം. ആ ഒരു നിമിഷം എന്ന് പറയുമ്പോൾ ഒട്ടും നമുക്ക്, അത് മാത്രമല്ല ആ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തത് തന്നെയാണ്. അവരെ സ്വന്തമാക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നത് പോലെ അവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഹാപ്പി ആയിരിക്കുന്നത് പോലെയുള്ള ഫീലിംഗ് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അതാണ് നമ്മുടെ ഉള്ളിലെ പ്രണയം എന്ന് പറയുമ്പോൾ എന്നൊക്കെ ആകാശ് അശ്വിനോട് വിശദീകരിച്ച് പറയുമ്പോൾ
അശ്വിൻ ആലോചിക്കുന്നുണ്ട്. അതെ, ശ്രുതി ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നും, പക്ഷെ ശ്രുതി ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. അവളുടെ ഓരോരോ സന്തോഷവും എനിക്കും സന്തോഷമായിരിക്കും, അവളുടെ ഓരോരോ സങ്കടങ്ങളും എനിക്കും സങ്കടമായിരിക്കും, അവളുടെ ഓരോരോ പ്രശ്നങ്ങൾ എൻ്റേതും കൂടി പ്രശ്നമായിരിക്കും. അവൾ എപ്പോഴൊക്കെ ഓക്കെ ആയിട്ടിരിക്കുന്നോ അപ്പോഴൊക്കെ ആയിരിക്കും ഞാനും സന്തോഷവാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് ശ്രുതിയോടുള്ള പ്രണയമാണ് എന്ന് അശ്വിൻ തീരുമാനിച്ചു. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? എന്തായാലും ആകാശ് പ്രീതി വിവാഹം നടക്കുന്ന സമയത്ത് അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിലെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെയായിരിക്കും നടക്കാൻ പോവുക. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.